ശ്രീതു പിന്നെ മിററിലൊക്കെ നോക്കി സംസാരിച്ചിട്ട് വന്നിരുന്നിട്ട് അർജുനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ശ്രീതു വന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നല്ല ജോളി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ശ്രീതു പറയുന്നത്. ശ്രീതു വന്നിട്ട് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, വാവ് ഇങ്ങനെ നന്നായിട്ട് ചെയ്തല്ലോ എന്നൊക്കെ. ഞാൻ തന്നെ മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ അപ്പൊ എനിക്ക് പേടിയില്ലല്ലോ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട്, എനിക്കൊട്ടും പേടി ഉണ്ടായിരുന്നില്ല, നല്ല ജോളിയായിട്ട് തന്നെ സംസാരിച്ചു. മറ്റുള്ള ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ ചില്ലാവാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല എന്നൊക്കെ പറയും. നന്നായിട്ട് സംസാരിച്ചു അല്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ എന്തായാലും സംസാരിച്ചോണ്ടേ ഇരുന്നു എന്നൊക്കെ അപ്പൊ ശ്രീതു പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ശ്രീതുവിന്റെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ശ്രീതു കണ്ട് പറഞ്ഞു, ഇവിടെ ടോപ്പ് 5 ആരും എന്നെ പറഞ്ഞില്ല, അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഈ വാരം പോകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. അതുപോലെ തന്നെ ഞാൻ ടോപ്പ് 5 വരും എന്നാണ് ശ്രീതു പറഞ്ഞത്. ശ്രീതു ഡ്യൂട്ടീസും ടാസ്കും ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള അഭിപ്രായം പല കാര്യങ്ങളിലും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അതുമാത്രമല്ല മറ്റു കണ്ടസ്റ്റൻസിനോട് ശ്രീതു ശരിക്കും പറഞ്ഞാൽ മിങ്കിൾ ചെയ്യുന്നതൊക്കെ വളരെയധികം കുറവുമാണ്. അർജുനോടാണെങ്കിൽ പോലും പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാൾ തന്നെയാണ് ശ്രീതു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവിടെയുള്ള മറ്റു കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ശ്രീതു ശരിക്കും ടോപ്പ് 5 എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണോ?